നമസ്കാരം. ഫൈനൽ വിസിൽ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് ക്രിക്കറ്റിലെ ഏറ്റവും സമ്പന്നമായ ടൂർണമെന്റായ IPL ഇന്നു മുതൽ ഒരാഴ്ചത്തേക്കാണ് നിർത്തിവെച്ചത്. പുതിയ ഷെഡ്യൂളുകളും ടൂർണമെന്റിന്റെ വേദികളും സംബന്ധിച്ച കൂടുതൽ അപ്ഡേറ്റുകൾ യഥാസമയം അവർ പ്രഖ്യാപിക്കുമെന്നും BCCI പറഞ്ഞിട്ടുണ്ട്. BCCI ഒരു പ്രസ്താവനയിലൂടെയാണ് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ക്രിക്കറ്റ് ഒരു ദേശീയ ആവേശമായി തുടരുമ്പോൾ രാഷ്ട്രവും അതിന്റെ പരമാധികാരവും സമഗ്രതയും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ വലുതല്ല എന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. ജമ്മുവിലെ വടക്കൻ നഗരത്തിൽ നിന്നും 200 കിലോമീറ്റർ അകലെയുള്ള ധർമ്മശാലയിൽ ഇന്നലെ മത്സരം താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. അവിടെ മണിക്കൂറുകൾക്ക് മുമ്പ് സ്ഫോടനങ്ങൾ നടന്നതായിട്ടും ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആണവായുധങ്ങളുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ഇത് 3-ാം ദിവസത്തിലെത്തിയിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഡ്രോണ്, ബീരങ്കി, മിസൈൽ ആക്രമണങ്ങളുടെ ഒരു തരംഗത്തെ തന്നെ ഇന്ത്യ ഒറ്റ രാത്രി കൊണ്ട് തകർത്തിരുന്നു. കളിക്കാരുടെ സുരക്ഷ കണക്കിലെടുത്ത് പാകിസ്ഥാൻ ക്രിക്കറ്റ് സ്വന്തം 2020 ലീഗായ PSL ശേഷിക്കുന്ന മത്സരങ്ങൾ UAE മാറ്റിയിരുന്നു. ധർമ്മശാലയിലെ ഹിമാലയൻ കുന്നിൻ പ്രദേശങ്ങളിൽ നടന്ന IPL മത്സരത്തിൽ പഞ്ചാബ് കിങ്സും ഡൽഹി ക്യാപിറ്റൽസും തമ്മിലുള്ള മത്സരം 10.1 ഓവറിന് ശേഷം പെട്ടെന്നായിരുന്നു നിർത്തിവെച്ചത്. സ്റ്റേഡിയം പെട്ടെന്ന് ഒഴിപ്പിക്കുകയും ടീം ബസ്സിൽ കളിക്കാരെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തതായി ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. IPL ചെയർമാൻ അരുൺ ധുമാൽ ആരാധകരോട് സ്റ്റേഡിയം വിടാൻ സൂചന നൽകുന്നതും വീഡിയോയിൽ കണ്ടിരുന്നു. ലോകമെമ്പാടുമുള്ള ക്രിക്കറ്റ് താരങ്ങൾ പങ്കെടുക്കുന്ന 10 ടീമുകളുള്ള IPL മാർച്ച് 22-നാണ് ആരംഭിച്ചത്. ലക്നോ സൂപ്പർ ജയൻസ് വെള്ളിയാഴ്ച റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടാനിരിക്കുകയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ 12 മത്സരങ്ങൾ ഇനി ബാക്കിയുണ്ട്. അതിനുശേഷം ഹൈദരാബാദിലും കൊൽക്കത്തയിലും പ്ലേ ഓഫുകൾ നടക്കേണ്ടിയിരുന്നു. 11 മത്സരങ്ങൾക്ക് ശേഷം ഗുജറാത്ത് ടൈറ്റൻസ് മുന്നിലാണിപ്പോൾ. ബംഗളൂരുവിനും ഗുജറാത്തിനും 16 പോയിന്റുകൾ വീതമുണ്ട്. മെയ് 25-ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡനിൽ വെച്ചാണ് ഫൈനൽ നിശ്ചയിച്ചിരുന്നത്. സാധാരണയായി വലിയൊരു ആഗോള ടെലിവിഷൻ പ്രേക്ഷകരെയായിരുന്നു IPL ആകർഷിച്ചിരുന്നത്. വിദേശ താരങ്ങളിൽ ഓസ്ട്രേലിയൻ താരങ്ങളായ പാറ്റ് കമിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, ജോസ് ഹാസൽവുഡ്, ട്രാവിസ് ഹെഡ്, മിച്ചൽ മാർഷ് എന്നിവരും മുൻ ഓസ്ട്രേലിയൻ ക്യാപ്റ്റനായ റിക്കി പോണ്ടിങ്ങും അടക്കമുള്ള ഓസ്ട്രേലിയൻ താരങ്ങൾ ഇന്ത്യയിലുണ്ട്. ഈ കളിക്കാർക്ക് ശനിയാഴ്ച തന്നെ നാട്ടിലേക്ക് മടങ്ങാൻ കഴിയുമെന്നാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ പറഞ്ഞത്. പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്നും നിലവിൽ അവിടെ ഞങ്ങളുടെ കളിക്കാരുമായും സപ്പോർട്ടിംഗ് സ്റ്റാഫുമായും നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും ക്രിക്കറ്റ് ഓസ്ട്രേലിയ പറഞ്ഞു.